ഹായ് ഓൾ, വെൽക്കം ടു വേർഡ്സ് ഓഫ് ഇൻസ്പിറേഷൻ. കുറേ നാളായി നമ്മൾ കണ്ടിട്ട്, കുറേ നാളായിട്ട് ചിന്തിക്കുന്ന ഒരു കാര്യമാണ് വിൽ സ്റ്റാർട്ട് എ സ്മോൾ തോട്ട് ഷെയറിങ് ഫ്രം ദ കാർ. സോ ഇന്ന് തോട്ട് നമ്പർ 1 ആണ്. എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് ജോബിന്റെ വൈഫിനെ കുറിച്ച്. അതായത് ഏറ്റവും ലാസ്റ്റ് പിശാച് വെച്ചിരുന്ന ഒരു പരീക്ഷയാണ്. ഇതെല്ലാം കറക്റ്റാണ്. ബട്ട് ഹാവ് യു എവർ തോട്ട് ഇൻ എ ഡിഫറെന്റ് ആംഗിൾ? വേറസ് പിശാചിന് കിട്ടിയ ഒരേ ഒരു കമന്റ് എന്നാണ്, ഡോണ്ട് ടച്ച് ഹിസ് ലൈഫ് എന്നാണ്, അല്ലെ? അവന്റെ ജീവനെ തുടരുന്നുണ്ട്, പ്രാണനെ തുടരുന്നു. ഹാവ് യു എവർ തോട്ട് ഇൻ എ ഡിഫറെന്റ് ആംഗിൾ വേർ ആ കമന്റില് വിച്ച് ഇൻക്ലൂഡ്സ് ഹിസ് വൈഫ് ഓൾസോ എന്ന് ചിന്തിച്ചു നോക്കിയാൽ, വേർ ഒരു മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് പറഞ്ഞത് കൊടുത്ത തക്കതായ തുണയും കൂടി ഇൻക്ലൂഡ് കിട്ടിയ ഒരു കമന്റ് ആണെങ്കിൽ, അതുകൊണ്ടാണ് അതിൻ്റെ അകത്ത് അവർ തമ്മിലുള്ള കോൺവെർസേഷനിൽ ദൈവം നെക്സ്റ്റ് ലൈനിൽ പറയുന്നൊരു അടിവരായിട്ട് പറയുന്നൊരു കാര്യമുണ്ട്. എന്നിട്ട് അവൻ നാവ് കൊണ്ട് പാപം ചെയ്തില്ല എന്ന് പറയുന്നുണ്ട്, അല്ലേ? അപ്പം നാവ് കൊണ്ട് പാപം ചെയ്യാതെ ഭാര്യനോട് പറഞ്ഞെന്താ, ഒരു പൊട്ടി സംസാരിക്കുന്ന പോലെ നീ സംസാരിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് അവൾ അങ്ങനെ സംസാരിക്കാൻ കാരണം? ബിക്കോസ് ഷീ സോ ലിറ്ററലി എന്താണ് അവൾ അവിടെ കൺമുമ്പിൽ എന്താണ് അവൾ കാണുന്നത്? ഓടുകൊണ്ട് ഒരു ഓട്ടും കഷ്ണം കൊണ്ട് ചൊറിഞ്ഞ് അതിൻ്റെ അകത്തുനിന്ന് പുഴുക്കൾ വീഴാണ്. അത് ലിറ്ററലി വൺ ഓഫ് ദി വേസ്റ്റ് സിറ്റുവേഷൻ ഓഫ് ഹ്യൂമൻ ബീങ് ആണ്. അത് അവിടെ സ്വന്തം ഹസ്ബൻഡിന്റെ അങ്ങനെ ഒരു സിറ്റുവേഷൻ അവൾ കണ്ടപ്പോൾ അവള് പറഞ്ഞൊരു വാക്കാണ് എന്ത്, നീ ദൈവത്തെ ത്യജിച്ച് കളഞ്ഞ് പോയി മരിക്കുക എന്ന് പറഞ്ഞത്. വിച്ച് ഈസ് ലൈക്ക് എല്ലാം മക്കൾ മരിച്ചിട്ടും എല്ലാം പോയിട്ടും അവൻ്റെ സ്വത്തും സമ്പത്തും എല്ലാം പോയിട്ടും കൂടെ നിന്നൊരു വ്യക്തിയുടെ വായിൽ നിന്ന് സ്നേഹത്തോടെ വന്നൊരു വാക്കാണെന്ന് ചിന്തിച്ചു നോക്കൂ. ആ ഒരു സിറ്റുവേഷൻ ആണത്. ഇനി ആ മനുഷ്യനൊന്നും പറ്റത്തില്ല. ഓക്കെ, അതേപോലെ വേഴ്സ്റ്റ് സിറ്റുവേഷനിൽ. അപ്പം വീണ്ടും എന്താണ് ഹസ്ബൻഡ് പറയുന്നത്? ഒരു പൊട്ടി സംസാരിക്കുന്ന പോലെ സംസാരിക്കാതെ ദൈവം തന്നത് ദൈവം എടുത്തു എന്നേ ഉള്ളൂ. ദൈവത്തിന് നന്മ തരാമെങ്കിൽ തിന്മയും കൂടെ നമ്മൾ എടുത്തൂടെ എന്ന് അവർ തമ്മിലുള്ളൊരു കോൺവെർസേഷനാണ്. അവിടെ ദൈവം പറയുന്നുണ്ട് എന്താണ്, നാവ് കൊണ്ട് ജോബ് പാപം ചെയ്തില്ല, വിച്ച് ഇൻക്ലൂഡ്സ് ദാറ്റ് എന്ത്, ഇത്രയൊക്കെ നടന്നാൽ പോലും അവർ തമ്മിൽ അങ്ങനെ ഒരു ഇതില്ല. ഈ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ആ എൻറ്റയർ ക്യാരക്ടറിന്റെ ആ ഒരു ഇത് മാറാം, അല്ലേ? സോ നമ്മൾ ഏത് സിറ്റുവേഷനിൽ കൂടെ പോയാലും അത് നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇരിക്കുന്ന ആ ഒരു തോട്ടായിരിക്കും, അല്ലേ? സോ നമ്മളൊരു മനുഷ്യനെ കാണുമ്പം നമ്മൾ വിചാരിക്കും, അതുകൊണ്ടാണ് ദൈവം തന്നെ പറഞ്ഞത് വെള്ള പൂശിയ ശവക്കല്ലറയെന്ന്. അതായത് നമ്മളൊരാളെ മുദ്ര കുത്തും, ഇതിങ്ങനെ ആയിരിക്കും. പക്ഷെ ലിറ്ററലി അങ്ങനെ ആവണം എന്നില്ല. നമ്മളൊരു സിറ്റുവേഷൻ, ബൈബിൾ ഒരു ഇൻസിഡന്റ് എടുക്കുമ്പോൾ നമ്മുടെ ലൈഫുമായിട്ട് ചേർത്ത് നിർത്തി അത് എടുക്കുമ്പോഴാണ് കുറച്ചും കൂടെ നമുക്ക് എഫക്റ്റീവായി നമുക്ക് മനസ്സിലാവുന്നത്, അല്ലേ? അതേപോലെയാണ് ജോബിന്റെ സിറ്റുവേഷനും. എല്ലാവരും പറയുന്ന വ്യാഖ്യാനങ്ങൾ കറക്റ്റ് ആവാം. അതുപോലൊരെണ്ണമാണ് നമ്മൾ ഈ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും